തേവരശ്ശേരി തന്ത്രിപ്പാടിന് എന്തോ പറയണത്രേ. അഞ്ചാമടത്തിൽ പാപനാക അണ്ണേ, മൗഢ്യനും നീചനുമായ പാപൻ. ഒന്നാം പക്കം തന്നെ ആപത്താ. ഈ രാത്രിയില് എന്തും സംഭവിക്കാം. മുടിയുള്ള ഒരാള് വന്ന് എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. മോള് സ്വപ്നം കണ്ടതാ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പൊന്നു മോള് കരയാതെ. കുട്ടിയെ ഇവിടെ നിന്ന് മാറ്റാ, ഒറ്റയ്ക്ക് കിടത്തണ്ട, മാറ്റാ. ആരാ ഈ മുടിയുള്ള ആള്? കുട്ടിമാണി അല്ലാണ്ടാരാ? കുട്ടിമാണിയല്ല, മുടിയുള്ള രാഹുലയം വലിയേട്ടൻ. മരിച്ചു എന്ന് കരുതി ശ്രാദ്ധം മുട്ടിയതാ വർഷങ്ങൾക്ക് മുമ്പ്. കുട്ടി സ്വപ്നം കണ്ട് ഭയന്നുവച്ചാ അയാളുടെ ആത്മാവിന് ഇപ്പോഴും ശാന്തി ലഭിച്ചിട്ടില്ല എന്നർത്ഥം. ഇതെങ്ങനെ ഇത്രയ്ക്ക് ചുവന്നത്? വല്ലതും അത് വീണതാവോ? സ്വപ്നത്തിൽ കൊല്ലാൻ വന്ന ആള് എന്റെ കണ്ണിട്ട് അടിച്ചതാവും. അല്ലേ ഞാൻ ഉറക്കത്തിൽ തിരുമ്മി കാണും. മുലപ്പാൽ ഒഴിക്കണം, അതാ വേണ്ടത്. നാരായണൻകുട്ടി, ഗായത്രിക്കുട്ടിയുടെ കണ്ണിലൊഴിക്കാൻ മുലപ്പാല് വേണം. ഓ, മുലപ്പാലോ? പപ്പാ, പപ്പാ, ചൂട് ചൂട്, പപ്പാ. എടോ, കുറച്ച് മുലപ്പാല് വേണം. അത് അടുക്കളയിൽ അടുപ്പത്ത് തിളച്ചു മറിഞ്ഞ് കിടപ്പുണ്ടല്ലോ. അത് പശുപാലല്ലേ? അത് മുലേന്നല്ലേ വരണത്? അതല്ലടോ, ഗായത്രിക്കുട്ടിയുടെ കണ്ണിലൊഴിക്കാനാ മുലപ്പാല്. മുലപ്പാലോ? അത് ഞാനെവിടെ പോയി ഉണ്ടാക്കാൻ? ഞാൻ എവിടുന്നെങ്കിലും കൊണ്ടുവരണം. മദാമത്തമ്പരാട്ടിന്റെ ഓർഡർ എടുത്തവരെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയാ മതി. ആഹാര കാര്യങ്ങളുടെ ചുമതല തനിക്കല്ലേ? ഓ എന്റെ ഭവാനി, ഭവാനി. എടോ, മുലപ്പാലില്ലാതെ ഞാൻ എങ്ങനെ തമ്പരാട്ടിന്റെ മുമ്പിൽ ചെല്ലും? പുലിപ്പാലായിരുന്നു ഇതിലും സമാധാനം ഉണ്ടായിരുന്നു. മുലപ്പാല് തന്നെ വേണ്ടേ? എന്തെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കേ. നാരായണൻകുട്ടി, അങ്ങനെ പോയാലോ? ഇതിന് ഞാൻ എവിടെ ചെന്ന് മുട്ടും? മുട്ടിയ തട്ടുകെട്ടുന്ന മണിയാണെന്ന് മാത്രം ഞാൻ പറയാം. ഓ എന്റെ ഭവാനി, നിന്നെ ഞാനിത് കൊല്ലണ.
പൂജ നിറച്ചും വേണോ ആവോ. ആ അതെ കുറച്ച് ഇത് ശരിയാവില്ല. എന്താ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തോ പറഞ്ഞു. തോന്നലാവും. നിങ്ങൾ എന്താ വിയർക്കുന്നേ? അത് തോന്നലാവും. ഇതെന്താ വല്ലാതെ നോക്കുന്നേ? അതൊന്നും തോന്നലാവും. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. അതെ ഏത്? അല്ല അതീന്ന് കുറച്ച്. ഏതീന്ന്? ഓ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് തന്നേ പറ്റൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോ വരും, ഞാൻ പിന്നെ മനസ്സിലാക്കി തരാം. ഈ പാട്ട് പാടി എന്നെ കൊല്ലാൻ വന്നെന്തിനാ? ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? അവിടെ നിന്നെ രാത്രി വന്ന് ഈ പാട്ട് പാടിയത് എന്തിനാന്ന്? നിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? നോക്കി പേടിപ്പിക്കുക. ഫീസ് പോയാ? ഗായത്രിക്കുട്ടിയെ വെല്ലുത്താൻ വിളിക്കണുണ്ട്. മോനെ ആളും മിടുക്കനാട്ടോ. അവനല്ലേലും അകല, പഠിക്കാൻ വെറും മിടുക്കലാ. പഠിക്കാനല്ല, ദേ ഇങ്ങനെ കാണിക്കാൻ. എടാ എന്റെ ഈ രണ്ട് കണ്ണു അടഞ്ഞിട്ട് പോരെ നിന്റെ ഒറ്റ കണ്ടടക്കല്. ആദ്യം നിന്നെ കണ്ടപ്പോ തന്നെ തോന്നിയത് എന്താണെന്നറിയോ? അത്ഭുതം. എന്റെ മുഖം കണ്ടപ്പോ അതിശയം തോന്നി. കുട്ടിമാണി എന്റെ മുമ്പിൽ നിൽക്കണ പോലെ. കുട്ടിമാണി ആരാന്നറിയോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം. നീ വന്നു കേറി എന്നാ നിന്റെ ജന്മനാള് ഞാൻ അറിയണേ. യശോദര പറഞ്ഞു 60 വർഷങ്ങൾക്ക് ശേഷം ഈ ആലത്തൂർ തെക്കേമഠത്തിൽ പിറന്ന മകമാ നീ. അർത്ഥം മനസ്സിലായോ? കുട്ടിമാണി അതന്നെ. ഇങ്ങനെ ഒരു നക്ഷത്രം ഈ കോലോത്തിന് എന്താണാവോ? നീ സൂക്ഷിക്കണം. കോലോത്തെ ദിക്കുകൾ പോലും നിന്നെ കാണുന്നത് ഒരു പ്രത്യേക ജന്മായിട്ടാ. അതുകൊണ്ട് ഞാൻ പറയാ, കുട്ടിക്കളി മാറ്റുക. പ്രായത്തിന്റെ പ്രസരിപ്പൊക്കെ ആവാം, പക്ഷെ കാലത്തിന്റെ ശക്തികള്, രൗദ്രങ്ങള്, അത് നിന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണ്ട. ഒറ്റക്കണ്ണിലെ ഈ ചുവപ്പിനുണ്ട് ലക്ഷണരാശി. സൂക്ഷിക്കുക. ദാ വരണു. കണ്ണില് പാലൊഴിക്കാമോ? ഭഗവതിയെ നമഃ. ആന്റി കണ്ടിട്ടുണ്ടോ കുട്ടിമാണിയെ? ഇതെന്തൊരു ചോദ്യ ഗായത്രിയെ. അമ്മ തന്നെ ചെറുപ്പായിരുന്നില്ലേ അപ്പോ? എങ്കിലും കുട്ടിമാണിയുടെ കഥകള് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിരുന്നു, നൃത്തത്തിൽ കേമിയായിരുന്നു എന്നൊക്കെ. പിന്നെ ഒന്നുമില്ല. ഞാൻ പാലൊഴിക്കട്ടെ. നീളണമല്ലോ, അതിനല്ലേ ഇളനൊരു കുഴമ്പ്. ഇനി കുറച്ചു നേരം അനങ്ങാണ്ട് കിടക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇളനീരൊഴിക്കാം. ആ ഉമയമ്മേ, KP ആളയച്ചിരുന്നു. പാലക്കാട്ടെ കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്. തിരുവാതിര കാണണത്രേ. അത് കഴിഞ്ഞാ പിന്നെ വിരാജിത പൂജയോടൊപ്പം അരങ്ങേറ്റവും ആവാം. എന്താ? നിന്റെ മകനുണ്ടല്ലോ ആ മൃഗക്കാരൻ, അവന്റെ അരങ്ങേറ്റവും അന്നൊക്കെ ആക്കിയാലോ?
നിങ്ങളുടെ വായിൽ പാലടയാ? എന്റെ കണ്ണ് നീറണോ? ഇളനീരൊഴിക്കുക. അമ്മാവനെ വിളിക്കാൻ പറഞ്ഞ് കേൾക്കണുണ്ടോ? വിളിക്കാണ്ട് പോയി വിളിക്കണ്ട വേഗം. ഞാൻ എഴുന്നേറ്റ് വന്ന നല്ല തരൂട്ടോ. എന്റെ കുട്ടികൾക്ക് നാ ഇറങ്ങിപ്പോയോ? എന്നെ കളിപ്പിക്കാന്ന് കരുതണ്ട. കാലൊച്ച കേക്ക എനിക്ക്. അയ്യോ, കണ്ണ് നീരിട്ടല്ലേ പറയണേ. അവിടെ കളിയാക്കണേ ഒരു അതിരൊക്കെ ഉണ്ട്. ഞാൻ കാട്ടിത്തരാലോ. ഇപ്പൊ കുട്ടിമാണി കളിപ്പിക്ക കാണിച്ചു തരാം ഞാൻ. എന്റെ വീട്ടിലേക്കൊന്നും കൊള്ളുന്നില്ലേ? എന്തൊന്നും പറയാഞ്ഞേ? കുട്ടി കണ്ണ് കാണാണ്ട് ഓരോന്ന് ചെയ്യണത് കാണാൻ നല്ല രസായിരുന്നു. ഏറ് കൊണ്ടപ്പോ വേദനിച്ചില്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. ഇപ്പൊ വേദനിച്ചോ? ആരോ വരണോ? അതിപ്പോ പറയണില്ല. കളി എടുക്കാണ്ട് പറയൂ നീ. തെക്കിന് വാതിലിന് മുകളിൽ കഴുക്കോലിന് കീഴേ ചിലങ്ക ഉണ്ടാവും. ഇതിന്റെ പിന്നാമ്പുറത്ത് ഞാൻ എഴുതി വെക്കും. അത് വായിച്ചു നോക്കുക. നീ എവിടെയാ? ആൾക്കാര് തിരക്കണ്ട നിന്നെ. ഹലോ, ആരുമില്ലേ ഇവിടെ? ആരുമില്ലേ? ഓ, ഇന്നലത്തെ പത്രാസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആള് മിടുക്കനാന്ന്. ഇപ്പൊ കണ്ടില്ലേ തനി നിറം? എഴുതി പിടിപ്പിക്കാൻ കുറച്ച് സമയം എടുത്ത് കാണുമല്ലേ? എന്ത്? ആഹാ, ഇതാരാ വന്നിരിക്കണേ? അകത്തേക്ക് വരൂ. അമ്മ ഇങ്ങ വന്നേ. ഇങ്ങ് വരാൻ. എന്താ മോളെ? അമ്മയുടെ മോൻ ആള് പെശ കേട്ടോ. എന്താ ഇത് നോക്കിയേ, മേഘ സന്ദേശം പോലെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നുണ്ടോ? അയ്യോ അമ്മയെ കുട്ടി പറയണ കംപ്ലീറ്റ് കള്ള കേട്ടോ. കള്ള? ഞാൻ പറയണേ കള്ള? കള്ളത്തരം ഞാൻ പറയണേ. അമ്മ ഇത് വായിച്ചു നോക്കമ്മേ. മയിൽപീലിക്കാവില് വരണോ? അമ്മ ഞാൻ പറഞ്ഞത് പറയാനുള്ളത് നേരെ ചുവ പറഞ്ഞൂടെ മാഷെ. ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അവിടെ എവിടെ വരണമെന്നൊരു പെൺകുട്ടിയോട് പറയാന്ന് വെച്ചാ മോശമല്ലേ അമ്മേ? അയ്യോ അമ്മ പിന്നെ നീ ഒന്നും പറയണ്ട. നിന്നെ കീഴയായിട്ട് 2 കൊമ്പ് കൂടുതലാ. ഓരോത്തെ കുട്ടിയുടെ ഇങ്ങനെയൊക്കെ അത് തിരിച്ചു വാങ്ങ. അമ്മ ഞാൻ പറഞ്ഞത്. ആ വാങ്ങ. അയ്യടാ, ഇത് ഞാൻ കൊടുക്കില്ലമ്മേ. തൊണ്ടി എന്റെ കയ്യിലിരിക്കട്ടെ. ഓരോത്തെ കുട്ടിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കണത് നാണക്കേടാണ് കേട്ടോ. മനസ്സമാധാനം കെടുത്ത നീ മൈക്കിൾ ജാക്സ. അപ്പോ ഇതിലെഴുതിയിരിക്കുന്ന പോലെ മഞ്ചേട്ടൻ മൈബിളിക്കാവിൽ വരുമോ? ഏയ്, അതുണ്ടാവില്ല. മനുച്ചേട്ടനാവില്ല അത് എഴുതിയിരിക്കണ. പിന്നെ ആരാ? ആരോ കോലത്തുണ്ടായിരുന്ന മറ്റാരോ. ഗായത്രി ചേച്ചി മഞ്ചേട്ടൻ ചോദിച്ചു കാവില് വരണില്ലേ എന്ന്. ഓ, അപ്പൊ നമ്മുടെ മനുച്ചേട്ടന് കുറച്ച് റൊമാൻസിന്റെ അസുഖം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ എന്താ വരാട്ടോ. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ആള്? അമ്മയുടെ അടുത്ത് പോയി നമ്പർ ഇട്ടത് കുറച്ച് കൂടിപ്പോയിന്ന പീക്കിരികള് പറയണേ. എങ്കിലും ഇവിടെ എത്തിപ്പിടിച്ച് വരുമെന്ന് കരുതിയില്ല കേട്ടോ.
എവിടെ നാണോ പുറത്തു വരാൻ? ശ്ശോ, എന്തൊരു കാറ്റാ. മൈക്കിൾ ജാക്സൺ, നിന്റെ ഓരോ കോപ്രായത്തിനൊന്നും ചെയ്യാണ്ടിരിക്കുന്ന കണ്ട് ഞാനൊരു വിഡ്ഢിയാണെന്ന് കരുതി നീ. ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി കോക്കാച്ചി ജീൻസ് വിട്ട് ചപ്ലാങ്കട്ട പോലെ കുറെ പിള്ളേരും കൂട്ടി ഇട്ടോ ഇറോന്നൊക്കെ പറയണത് വല്ല ആരെ കാര്യമൊന്നുമല്ലടി. നീ പറഞ്ഞു കളയുന്ന പീസ് ഉണ്ടല്ലോ, അടിമുടി മൊത്തം കളയും ഞാൻ. പീസ് മാത്രമല്ല കപ്ലിങ്ങും. കരയിക്കാനും അറിയാം ഈ മനുവിന്. വേണ്ടാന്ന് വെച്ച് സഹിച്ചത് ഒരൊറ്റ കാരണം കൊണ്ടാ. ഈ മുഖം നീ ഇവിടെ വരും മുമ്പ്, നീ പോലും അറിയും മുമ്പ് ഞാൻ കണ്ടിരുന്നു പലവട്ടം. നോക്ക്, ഞാൻ കണ്ട നിന്റെ മുഖം. തീയതിയും സമയമുണ്ട് ഓരോന്നിലും. ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്ക്. ഇനി ആളാകാൻ വന്ന എല്ലാവരുടെയും മുമ്പ് വെച്ച് തൊലിയിടിക്കും ഞാൻ. വല്യത്ത, രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട എന്താ അതിനർത്ഥം? ആരൊക്കെ രണ്ടുപേര്? അതെന്തിനാ വല്യത്ത അറിയണേ? അറിഞ്ഞിരിക്കണോലോ. എന്താ പാടില്ലാന്നുണ്ടോ? അതിപ്പോ ആരാന്ന് പറയാച്ചാ, വടക്കേ കുളത്തിലെ കൽത്തുണ്ടും മയിൽപ്പീലി കാവിലെ പാലക്കാമരോ അവരാ ഒരേപോലെ സ്വപ്നം കണ്ടത്. മിടുക്കി. ഇനി പറയാലോ എന്താ അർത്ഥമെന്ന്. എന്നാ കേട്ടോളൂ. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ് സ്വപ്നങ്ങളുടെ ലോകം. അതിങ്ങനെ ഓരോരുത്തരെ തേടി അലയാണ് വിധികർത്താക്കളായിട്ട്. രണ്ടു തരമായിട്ടായിരിക്കും വരവ്, നിറമുള്ളതും ഇല്ലാത്തതും. നിറങ്ങളുള്ള സ്വപ്നങ്ങളുടെ നിമിത്തം ആർക്കും പ്രവചിക്കാനാവില്ല. നിറമില്ലാത്ത സ്വപ്നങ്ങളാണെങ്കിൽ പറയാനില്ല, നടന്നിരിക്കും. ഇപ്പോഴും ഞാൻ ചോദിച്ചതിന് ഉത്തരായില്ല. രണ്ടുപേർ ഒരേ സ്വപ്നം കണ്ട ശുഭം എന്നാ ശാസ്ത്രം.